റാഫി കരീം കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയായ ജയശ്രീയുടെ ജാമ്യാപേക്ഷയും പരിഗണിക്കുകയാണ് കോടതി. പറയൂ റാഫി, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേസിൽ 4ാം പ്രതിയാണ് ജയശ്രീ. വളരെ നിർണായകമായ ഒരു പങ്ക് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയശ്രീക്കുണ്ട് എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. കാരണം ജയശ്രീ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ 1ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടുന്ന സ്വർണ്ണപ്പാളികൾ ചെമ്പാണ് എന്ന് ശബരിമലയിലെ രേഖകളിൽ രേഖപ്പെടുത്തിയത് ജയശ്രീയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ SIT നടത്തിയിരിക്കുന്നത്. ഇതിൽ ഈ രേഖകളിൽ ജയശ്രീ കൃത്രിമത്വം കാണിച്ചു എന്നുള്ളൊരു കണ്ടെത്തലും SITക്കുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജയശ്രീയെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് അടക്കമുള്ള നടപടികളിലേക്ക് SIT കടന്നതും. ഇതോടുകൂടിയാണ് ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ജയശ്രീ എത്തുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ ആദ്യം പരിഗണിച്ചിരുന്നത് ജസ്റ്റിസ് K ബാബുവിന്റെ ബെഞ്ചായിരുന്നു. ഈ ബെഞ്ചാണ് ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതിനുശേഷം ഇന്നിപ്പോൾ ഈ കേസ് പരിഗണിക്കുന്നത് ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ചാണ്. കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് A ബാബുവിന്റെ ബെഞ്ച് ആ കേസ് മാറ്റിയിരുന്നു. അത് വിജിലൻസ് ബെഞ്ചിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നതിനാലാണ് ഈ ബെഞ്ച് വിജിലൻസ് ബെഞ്ചിലേക്ക് മാറ്റിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്ന് രാവിലെ 12 മണിയോടുകൂടി ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ചിൽ ഈ കേസ് പരിഗണിക്കും. പ്രധാനപ്പെട്ട ഒരു ആവശ്യം ജയശ്രീ ഉന്നയിച്ചിരിക്കുന്നത് ഈ അറസ്റ്റ് തടയണം എന്നുള്ളത് തന്നെയാണ്. അതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, തനിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ആശുപത്രിയിൽ ചികിത്സ തേടേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഈ അറസ്റ്റ് നടക്കുന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് ജയശ്രീ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ താൻ ഈ 1ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിലുള്ള സ്വർണ്ണക്കൊള്ള നടത്തുന്ന സമയത്ത് ഒരു ഉദ്യോഗസ്ഥ മാത്രമായിരുന്നു. മറ്റ് തട്ടിപ്പുകളെ കുറിച്ച് തനിക്ക് അറിയില്ല, ഈ രേഖകളിൽ കൃത്രിമത്വം കാണിച്ചിട്ടില്ല, ഉദ്യോഗസ്ഥ മാത്രം എന്നുള്ള പദവി വഹിച്ചത് മാത്രമാണ് താൻ ചെയ്തത് എന്നുള്ളതാണ് ജയശ്രീ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ അത് ജയശ്രീയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. നേരത്തെ പത്തനംതിട്ട കോടതി ജയശ്രീയുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇതിന് പിന്നാലെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ SIT തീരുമാനിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ജയശ്രീ ഹൈക്കോടതിയെ സമീപിച്ചത്. നിലവിൽ കാക്കനാടാണ് ജയശ്രീ താമസം. ഇന്ന് ഏതെങ്കിലും തരത്തിൽ ജയശ്രീക്ക് പ്രതികൂലമായൊരു വിധി ഉണ്ടായാൽ അത് SITയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. SIT അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഉടൻ കടക്കും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. അതിൽ പ്രധാനപ്പെട്ടതായി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ ജയശ്രീക്ക് നിർണായക പങ്കുണ്ട് എന്നുള്ളതാണ്. ശബരിമല ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് രേഖകൾ തിരുത്തി 1ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്നതിൽ മറ്റ് പ്രതികളെ പോലെ തന്നെ ജയശ്രീക്കും പങ്കുണ്ട്. ഇത്തരത്തിൽ ഇത് ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തിയത് ഇതിൽ സ്വർണ്ണപ്പാളിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ്. അതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് SITയുടെ കണ്ടെത്തൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.